മൈലോഡ്, കേരളത്തെ നടുക്കിയ കൊലപാതക പരമ്പരയിലെ പ്രതിയാണ് ഈ നിൽക്കുന്ന വിശ്വൻ. ഇത്രയും കാലം പോലീസിനെ കബളിപ്പിച്ച് നടന്നിരുന്ന ഇയാൾ സ്വമനസാൽ കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ്. ആയതിനാൽ യുവർ ഓണർ, ഈ പ്രതിയെ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുതരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ നീതി നിഷേധിക്കപ്പെട്ടവരുടെ പ്രതിനിധിയാണ്. നീതിപീഠം പോലും രക്ഷപ്പെടാൻ അനുവദിച്ച കുറ്റവാളികൾക്ക് ഞാൻ ശിക്ഷ നൽകി. എന്റെ കൺമുമ്പിലിട്ട് സ്വന്തം അച്ഛനെ തുണ്ടമായി വെട്ടുനുറുക്കിയ കുറ്റവാളികൾ നിയമത്തിന്റെ പരിധിയിലൂടെ രക്ഷപ്പെട്ടു. എന്റെ അനുജനെ അതിദാരുണമായി അരുങ്കല ചെയ്ത കാപാലികന്മാർ മതിയായ തെളിവുകളില്ലാത്തതിന്റെ പേരിൽ രക്ഷപ്പെട്ടു. അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട എന്നെ പോലുള്ള എത്രയോ പേർ തീർന്നില്ല. ട്രെയിനിൽ വെച്ച് അതിക്രൂരമായി പിച്ചിച്ചിതപ്പെട്ട രമ്യ എന്ന പെൺകുട്ടിയെ അങ്ങേക്ക് ഓർമ്മയുണ്ടോ? അത് ചെയ്ത കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ നിയമത്തെ വിഭജിച്ച് 1.5 കോടി കൈക്കൂലി വാങ്ങിയ ജസ്റ്റിസ് ഹരിദേവരാജൻ ആന്റണി, ഇനി കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതിനി സാറ് വിചാരിക്കണം. ഞാനോ? അതെങ്ങനെ? സാറിന്റെ ഈ ഇടക്കിടക്കുള്ള ചോദ്യം നിർത്തിയിട്ടേ കഥ പറയാനുള്ള സമയം തരണം. നീ പറയടാ. ഇനി കഥ നടക്കുന്നത് അവിടെയാണ്, വിശ്വന്റെ ജന്മനാട്ടിൽ, ചാവക്കാട്. ശിവന് ബന്ധുക്കളെന്ന് പറയാൻ വിഷ്ണുവിന്റെ ഭാര്യ റഹ്മത്തും മകനും മാത്രമല്ലേ ഉള്ളൂ. അതാണ് ചിത കൊളുത്തേണ്ടതും ആ കുഞ്ഞു തന്നെയാണെന്നുള്ള എന്റെ അഭിപ്രായം. ഞങ്ങളൊക്കെ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന അതൊക്കെ തന്നെയാണ്. അതിനല്ലേ രാഘവേട്ടൻ റഹ്മത്തിന്റെ വീട്ടിൽ പോയിരിക്കുന്നത്. എന്താകുമെന്ന് അറിഞ്ഞൂടാ. ഹക്കീം സഖാവ് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇടങ്ങാറാകില്ലായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? ഓൾഡ് മാമന്മാര് വലിയ ഉടക്കില്ല. സമ്മതിക്കുമെന്ന് സംശയം. അത് നടക്കില്ല. അത് പറയേണ്ടത് നിങ്ങളല്ല, റഹ്മത്താണ്. മാമൂല് അനുസരിച്ച് വിഷ്ണുവിന്റെ മകൻ അലി തന്നെയാണ് ചെയ്യേണ്ടത്. മാമൂല് മണ്ണാങ്കട്ട പെറ്റുവീണ അന്ന പോലെ ഈ പുരയെന്നാൻ വളർന്നത്. അത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ല, നല്ല ഒന്നാന്തരം മുസൽമാനായിട്ടാ. അതെ, വിഷ്ണുവിന്റെ ഭാര്യ റഹ്മത്ത് പണ്ട് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളതാ. അതാരും മറക്കണ്ട. അതിന്റെ ഫലമാണ് അവളും കുഞ്ഞിന്ന് അനുഭവിക്കുന്നത്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അനാഥശവമായി എരിയേണ്ട ആളല്ല സഖാവ് വിശ്വൻ. കാര്യമൊക്കെ ശരിയായിരിക്കാം. റഹ്മത്തിന്റെ വാപ്പ വലിയൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളതും ശരിയാണ്. പക്ഷേ ഇനി അതിനെ ഞങ്ങളുടെ അലിയെ കിട്ടില്ല. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ഇരിക്കണമെന്നില്ല. ഞാൻ ചെയ്തത് തെറ്റാണ്. നീ നിന്റെ അച്ഛനെ പോലെ ഒരു ശരിയാണ്. ഇപ്പോഴും വിട്ടുമാറാത്തൊരു സംശയമുണ്ട്. പൊരുന്തനും തമ്പുരവും പിന്നീട് അവർക്ക് എന്തു പറ്റി? അതിനുശേഷം വാസ്കോ കോളനി പോലീസുകാരുടെ സ്ഥിരം സന്ദർശന സ്ഥലമായി മാറി. ചെയ്തതും ചെയ്യാത്തതുമായ 10-25ഓളം കേസുകൾ, ജാമ്യം പോലും കിട്ടാതെ 2 മഹത്ത.
അപ്പോൾ ഈ ആന്റണി സെബാസ്റ്റ്യൻ, മറ്റേ മാലിക്, ഡ്രാഗൺ എന്ന് വിളിക്കുന്ന മുരുകൻ, പെൺവാണിഭം, കൊട്ടേഷൻ, കൊലപാതകങ്ങൾ ഉൾപ്പെടെ 18ഓളം ക്രിമിനൽ കേസുകൾ. കുട്ടികളെ കടത്തുന്നതിൽ കേരളത്തിലെ പ്രധാന കണ്ണി. അട്ടപ്പാടിയിലെ 9 വയസ്സുകാരിയെ മൃഗീയമായി കൊല ചെയ്ത നിന്നെ പോലീസ് തിരയുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ. അവർക്കറിയില്ലല്ലോ നിനക്കുള്ള ശിക്ഷ എന്നേ വിധിക്കപ്പെട്ടിരിക്കുന്നു. മാലിക്